പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തെ തുടർന്ന് മാലദ്വീപ് മന്ത്രിമാർ നടപടി നേരിട്ടതിന് പിന്നാലെ ലക്ഷദ്വീപ് ടൂറിസത്തെ പിന്തുണച്ചുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനാണ് ഇപ്പോൾ തരംഗമാകുന്നത്. ചലോ ലക്ഷദ്വീപ് എന്ന പേരിട്ടിരിക്കുന്ന ക്യാമ്പയിനിലൂടെ നിരവധി സഞ്ചാരികളും വിനോദയാത്രാ ഏജൻസികളുമാണ് ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തുന്നത്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തരാൻ നമ്മളോടൊപ്പം ചേരുന്നത് ഗൗതം അനന്തനാരായണനാണ്. ഗൗതം, ഗുഡ് മോർണിംഗ് ഗൗതം. എന്തായാലും ചലോ ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുകയാണെന്നതിൽ സംശയമില്ല. അത് മാത്രമല്ല, ഈ ഈസി മൈ ട്രിപ്പൊക്കെ മേക്ക് മൈ ട്രിപ്പും എല്ലാവരും പറയുന്ന ഒരു കാര്യം, മാലദ്വീപിലേക്കുള്ള വിമാന ബുക്കിങ്ങുകൾ താനെയും ക്യാൻസൽ ആവുന്നുണ്ട്. ഇനി മുതൽ ബുക്കിങ്ങുകൾ അവരെടുക്കുന്നുമില്ല എന്നാണ്. അതുതന്നെയാണ്. അതായത് ഈ ലക്ഷദ്വീപിന്റെ ഒരു പ്രൊമോഷൻ വന്നതോടുകൂടി നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ എത്തുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ലക്ഷദ്വീപ് എന്ന ഭാരതത്തിന്റെ കേന്ദ്ര ഭരണ പ്രദേശം, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കൊച്ചിയിൽ നിന്നും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ലക്ഷദ്വീപ്, അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അതിനുശേഷം അദ്ദേഹം അവിടെ ഒരു ചില ദ്വീപുകൾ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ പ്രധാനമന്ത്രി തന്നെ എക്സിലും അതോടൊപ്പം ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. ഇത് ലോകമെമ്പാടും പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന നേതാക്കളിൽ ഒരാൾ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അങ്ങനെ വലിയൊരു റീച്ച് ലക്ഷദ്വീപ് ടൂറിസത്തിന് ലഭിക്കുകയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് എത്തുകയാണ്. ഇതിനിടയിലാണ് മാലിദ്വീപ്സിന്റെ ചില മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രംഗത്തെത്തിയത്. നമുക്കറിയാം, മാലിദ്വീപ്സിനെ തകർക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ വന്നത് എന്നും ഒപ്പം ഇപ്പോഴത്തെ മാലദ്വീപിലെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൈന അനുകൂല നിലപാടുണ്ട്. അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മാലിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും ഇക്കാര്യം പ്രകടമായിരുന്നു. കാരണം ഭാരതത്തിന്റെ സൈന്യം അവിടെ ചില ഷിപ്പ് യാർഡുകളിലുണ്ട്, അവരെ പിൻവലിക്കണം ഉൾപ്പെടെയുള്ള നിലപാടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മാലദ്വീപ്സിലെ സർക്കാർ അധികാരത്തിലേറിയിട്ടുള്ളത്. അതിനാൽ ഭാരത വിരുദ്ധമായ പരാമർശം നടത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാലദ്വീപ്സിലെ ചില വനിതാ മന്ത്രിമാർ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രംഗത്തെത്തുകയും ലക്ഷദ്വീപ് സന്ദർശനത്തിലൂടെ മാലദ്വീപ്സിനെയാണ് ഭാരതം ലക്ഷ്യമിടുന്നത് എന്ന പരാമർശം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ വലിയ തിരിച്ചടി ഈ പ്രസ്താവനയിലൂടെ മാലദ്വീപ്സിന് ഉണ്ടായിരിക്കുന്നു. ചലോ ലക്ഷദ്വീപ് എന്ന വലിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ കാണാനായി എത്തുന്നു. അതേസമയം തന്നെ ഈസി മൈ ട്രിപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഇപ്പോൾ മാലദ്വീപ്സിലേക്കുള്ള ബുക്കിങ്ങുകളും മറ്റും ഒഴിവാക്കുകയും അത് ലക്ഷദ്വീപിലേക്ക് കൂടുതലായ ആളുകളെ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു. ഇത് സ്വാഭാവികമായും മാലദ്വീപ്സിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. കാരണം മാലദ്വീപ്സ് എന്ന ഒരു ചെറു ദ്വീപ് രാജ്യമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്നത് ടൂറിസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ സ്വന്തം കുഴി കുഴിച്ചിരിക്കുകയാണ് മാലദ്വീപ്സിന്റെ ഭരണകൂടം. പ്രത്യേകിച്ച് ചൈന അനുകൂല നിലപാടുള്ള ഒരു രാജ്യമായി മാലദ്വീപ്സ് മാറുന്നുണ്ട്. നമുക്കറിയാം, ചൈന അനുകൂല സ്വഭാവം എടുത്തിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളും സ്വന്തം നിലയിൽ തകർന്നു പോയ ഒരു സാഹചര്യം നമുക്ക് അടുത്ത കാലത്ത് തന്നെ ശ്രീലങ്ക അതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ്. കാരണം ഹമ്പൻതോട്ട പോലെയുള്ള പോർട്ടുകൾ, ഷിപ്പ് യാർഡുകൾ ഇത് ചൈനയുമായി ബന്ധപ്പെട്ട് നടത്തുകയും അത് ചൈനയ്ക്ക് ലീസിന് കൊടുക്കുകയും ഒക്കെ ചെയ്തതിലൂടെ അതിഭീകരമായ കടം ശ്രീലങ്കയെ ബാധിക്കുകയും അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര സംഘർഷവും അവിടുത്തെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിയുടെയും വസതിയിലേക്ക് പോലും സാധാരണക്കാർ തള്ളിക്കയറി അവർക്ക് നാടുവിടേണ്ട സാഹചര്യം പോലും ഉണ്ടാക്കിയെടുത്തത് ചൈനയാണ്. ഒപ്പം ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം, നേപ്പാളിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നേപ്പാളിൽ കയറി വന്ന ഏറ്റവും ഒടുവിൽ നേപ്പാൾ എന്ത് നിലപാടെടുക്കണമെന്ന് പോലും ചൈന തീരുമാനിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പാകിസ്ഥാനിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെയാണ് മാലദ്വീപ്സിലെ ഇപ്പോഴത്തെ ഭരണകൂടം ചൈന അനുകൂല നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ സ്വന്തം കുഴി കുഴിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മാലദ്വീപ്സിലേക്കുള്ളതിനെക്കാട്ടിൽ ഇരട്ടി ടൂറിസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ സ്വന്തം ലക്ഷദ്വീപിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭാരതത്തിന്റെ ഒരു നയതന്ത്ര രീതിയിലുള്ള മാലദ്വീപ്സിനോട്ടുള്ള ഒരു പണി കൂടിയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വലിയ തോതിലുള്ള വിമർശനം ഭാരതത്തിനെതിരെ ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ സൈന്യം എത്രയും പെട്ടെന്ന് മാലദ്വീപ്സിൽ നിന്നും പുറത്തു പോകണം എന്നൊക്കെയുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനമെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും ആ ദിശയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ചലോ ലക്ഷദ്വീപ് എന്ന വലിയ പ്രചരണം ഇപ്പോൾ ദേശീയ തലത്തിൽ തരംഗമാവുകയാണ്. അനു, ഗൗതം, ചൈനയ്ക്ക് ഇതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്നത്
പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ഈ മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൈനീസ് അനുകൂല ഭരണകൂടമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ കൂടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഭാരതത്തിനുമെതിരായി ഈ മന്ത്രിമാർ ഇപ്രകാരം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് തൊട്ട് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇതേ കാരണത്താൽ തന്നെ ചൈനീസ് അനുകൂല ഭരണകൂടമാണ് ഭാരതത്തിനെതിരെയായി നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ ഭരണാധികാരി എങ്കിൽ കൂടിയും അവർക്ക് മന്ത്രിമാരെ പോലും പുറത്താക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് വരെ കൊണ്ടെത്തിക്കാനുള്ള കാരണമായി ഇത് മാറുകയുമുണ്ടായി. എന്തായാലും പ്രതിരോധത്തിലാവുകയാണ് മാലദ്വീപ് ഭരണകൂടം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അതുതന്നെയാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മാലദ്വീപ്സിന്റെ ഭരണകൂടത്തെ കൊണ്ട് അത്തരമൊരു തീരുമാനം എടുപ്പിച്ചത്. അതായത് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതിന്റെ അടിസ്ഥാനപരമായ കാരണം ഒന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള തലത്തിൽ സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആഗോള നേതാവായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഫോളോവേഴ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലായാലും FBയിലായാലും ഒക്കെ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന നേതാക്കന്മാരിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന കാര്യം നമ്മൾ എടുത്തു കാണേണ്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചെറുതും വലുതുമായ രാഷ്ട്രങ്ങളിൽ ഭാരതത്തിന് പുറത്തേക്ക് സന്ദർശനം നടത്തുന്ന വേളകളിൽ അത് വലിയതോ ചെറുതോ എന്നൊന്നുമില്ല, എല്ലാ രാജ്യങ്ങളിലും വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരമൊരു രാജ്യം ഈ രീതിയിലൊരു പരാമർശം നടത്തുമ്പോൾ അതിനെതിരെ ആഗോളതലത്തിൽ വലിയ വികാരം രൂപപ്പെടുന്നു എന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മാലദ്വീപ്സിലെ ഇപ്പോഴത്തെ ചൈന അനുകൂല ഭരണകൂടം അവർ പ്രതിരോധത്തിലായി. അതിനെ തുടർന്ന് ഒരുപക്ഷെ ഈ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടെങ്കിലും ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഇവർക്കെതിരെ നടപടിയെടുത്തു എന്ന് കാണിക്കുക. രണ്ട്, ഇവരുടെ ടൂറിസം വരുമാനം വലിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ മാലദ്വീപ്സും ലക്ഷദ്വീപും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് തന്നെയാണ് കാണാൻ കൂടുതൽ ഭംഗിയുള്ളത്. അത് നമുക്ക് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുവരെ അധികാരത്തിലിരുന്ന ഭരണകൂടങ്ങൾ ലക്ഷദ്വീപിനെ ഫോക്കസ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ പ്രാധാന്യം, അവിടെ എങ്ങനെയാണ് ടൂറിസത്തിന് വേണ്ടി ആ ഒരു ദ്വീപ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഏതാണ്ട് 1947 നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ അധികാരത്തിലിരുന്ന ആളുകൾക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല എന്നതാണ് ആ ഒരു വസ്തുത. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല. അദ്ദേഹം വലിയ കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും ജനവാസമല്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും ഉപയോഗമില്ലാത്ത ഭൂമിയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, അതൊക്കെ എങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളെ അവിടേക്ക് ആകർഷിക്കണം എന്നൊക്കെയുള്ള വലിയ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ലോകം തന്നെ ചർച്ച ചെയ്ത് അങ്ങനെയാണ്. ഇപ്പോൾ ഇത് അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് എത്തുന്നു. അവിടുത്തെ ഭംഗിയുള്ള ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോകൾ പകർത്തുന്നു, പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അതിലൂടെ സ്വാഭാവികമായും ലക്ഷദ്വീപിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു. അവിടെ ടൂറിസം ഫോക്കസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ലക്ഷദ്വീപിലെ ആളുകൾക്ക് അതിൻ്റെ ഗുണം സ്വാഭാവികമായും ലഭിക്കുകയാണ്. അതുതന്നെയാണ് ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൂടെ വലിയ തിരിച്ചടി ചൈന അനുകൂല സ്വഭാവം വെച്ച് പുലർത്തുന്ന മാലദ്വീപ്സിന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മാലദ്വീപ്സിലെ ഇപ്പോഴത്തെ ഭരണകൂടം ഇനിയെങ്കിലും പുനർവിചിന്തനം നടത്തണം എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ഒരു നീക്കത്തിലൂടെ ഭാരതം നൽകുന്നത്. ഗൗതം, ഒന്നുകൂടി ഈ 2023 ഈ ആഗോളതലത്തിൽ പോലും നമ്മൾ ഈ ടൂറിസ്റ്റുകളുടെ എണ്ണമൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു രാജ്യം എന്നത് നമ്മുടെ ഭാരതമാണ്. ഈ ലക്ഷദ്വീപ് സേവ് ലക്ഷദ്വീപ് അല്ലെങ്കിൽ ഈ ചലോ ലക്ഷദ്വീപ് ക്യാമ്പയിൻ കൂടി വന്ന സാഹചര്യത്തിൽ ഈ വർഷം ഇനി എത്ര കണ്ട് ഇത് ഉയരുമെന്നാണ് അറിയേണ്ടത്. കാരണം മാലദ്വീപും ലക്ഷദ്വീപും ഒക്കെ സമാനമായ ഒരു കാലാവസ്ഥയൊക്കെ പങ്കിടുന്ന രണ്ട് ദ്വീപ് സമൂഹങ്ങളാണ്. മാത്രമല്ല ഈ 100 കിലോമീറ്റർ മാത്രമാണ് ഇവ തമ്മിലുള്ള അകലം എടുത്തു പറയാനും. ഇനി നമ്മൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങൾ ഒക്കെ കണ്ടപ്പോൾ അത് വീണ്ടും റീപോസ്റ്റ് ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നത് ഇതിലും വലിയ ബ്രാൻഡ് അംബാസിഡർ ആരുണ്ട് ലക്ഷദ്വീപിന് എന്നതാണ്. എന്തായാലും ഗൗതം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ മാലദ്വീപ് ഒരുപക്ഷെ സ്വന്തം കുഴി സ്വയം തോണ്ടുകയാണ് എന്ന് തന്നെ നിസ്സംശയം പറയേണ്ടി വരുന്നു. ഇനി ബോളിവുഡ് താരങ്ങൾ പോലും ഈ ക്യാമ്പയിന് ചുക്കാൻ പിടിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങുന്നു എന്നതാണ്. ഇപ്പോൾ അക്ഷയ് കുമാറൊക്കെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുന്ന ഒരു ബോളിവുഡ് താരനാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ പ്രതികരണങ്ങൾ കണ്ടത് ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടെയും മറ്റൊന്ന് സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ളവരുടെയുമാണ്.
അനു, ചലോ ലക്ഷദ്വീപ് ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അനു സൂചിപ്പിച്ചതുപോലെ അക്ഷയ് കുമാർ, അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഇതിഹാസമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ, ഒപ്പം സൽമാൻ ഖാനെ പോലെയുള്ള ബോളിവുഡ് താരങ്ങൾ ഇവരെല്ലാം ഏറ്റെടുക്കുന്നു. ഒപ്പം സാധാരണ ജനങ്ങളും ഈ ചലോ ലക്ഷദ്വീപ് എന്ന ഈ ഒരു പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് വലിയ തോതിൽ ലക്ഷദ്വീപിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണം ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അത് അനിവാര്യമാണ് എന്ന വികാരം മുഴുവൻ ഭാരതീയർക്കും ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മാലദ്വീപ്സ് എന്ന് പറയുന്ന രാജ്യത്തിന് എല്ലാ അർത്ഥത്തിലും സഹായം നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അതൊരു മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ചെറു ദ്വീപാണ്. ആ ദ്വീപിനെ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ സർക്കാരുകൾ, അത് ഇപ്പോഴത്തെ സർക്കാർ എന്നല്ല, മുൻപും ഭാരതം ഏത് സർക്കാരുകൾ ഭാരതത്തിൽ അധികാരത്തിലിരുന്നാലും അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് ആ രാജ്യത്തെ. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ മാലിയിലെ മന്ത്രിമാരുടെ പ്രതികരണം ആ രീതിയിലല്ല എന്നുള്ളതാണ്. മറിച്ച് അതിനൊരു അത് ഫോഴ്സ്ഫുള്ളി പറയിപ്പിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ചൈന ഇടപെടൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഭാരതത്തെ വരിഞ്ഞു കെട്ടുക എന്ന ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഭാരതത്തോട് ചേർന്ന് കിടക്കുന്ന പല രാജ്യങ്ങളിലും അനാവശ്യമായ ഇടപെടൽ, പ്രത്യേകിച്ച് ഈ കടവും മറ്റും കടം നൽകിക്കൊണ്ടൊക്കെയുള്ള ഒരു ഇടപെടലാണ് ചൈന പല ഘട്ടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ഏതൊക്കെ രാജ്യങ്ങൾ അത്തരം കെണിയിൽപ്പെട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതയിലേക്ക് നീങ്ങി എന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ശ്രീലങ്കയും അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശും അതുപോലെ നേപ്പാൾ പോലുള്ള പല രാജ്യങ്ങൾ, ഭൂട്ടാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് അനുകൂലമായ നിലപാടാണ് എപ്പോഴും ഉള്ളത്. പക്ഷേ അത് വകവയ്ക്കാതെ ഭൂട്ടാന്റെ അതിർത്തിയിലേക്ക് ചൈന കടന്നു കയറുകയും പല ഭൂട്ടാൻ ഗ്രാമങ്ങളും അവർ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാരതത്തിന് ചുറ്റുമുള്ള ചെറു രാഷ്ട്രങ്ങളെ അടുപ്പിക്കുന്നതിലൂടെ കമ്മ്യൂണിസ്റ്റ് ചൈന ലക്ഷ്യമിടുന്നത് ഭാരതത്തിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഒന്ന്, നയതന്ത്രപരമായി അത്തരം രാഷ്ട്രങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുക. മറ്റൊന്ന്, പൂർണ്ണമായും ചൈന അനുകൂല നിലപാടിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ചൈനയോടുള്ളതുപോലെ തന്നെയുള്ള ശക്തമായ എതിർപ്പ് നിങ്ങളോടും ഈ രാജ്യത്തിനുണ്ട് എന്ന ശക്തമായ സന്ദേശം അവർക്ക് നൽകുക. ഈ രണ്ട് പോളിസിയാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മാലദ്വീപ്സിന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ നീക്കം മാലിക്കെതിരെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന്, മാലദ്വീപ്സിനെതിരെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് നയതന്ത്രപരമായി തന്നെയുള്ള ഒരു നീക്കമായി വേണമെങ്കിൽ നമുക്കതിനെ നോക്കിക്കാണാം. കാരണം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാലദ്വീപ്സിൻ്റെ സ്വഭാവം, പ്രത്യേകിച്ച് ഭാരതവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ സ്വഭാവം, അതിലെല്ലാം വലിയ മാറ്റം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലക്ഷദ്വീപിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ചലോ ലക്ഷദ്വീപ് എന്ന ശക്തമായ പ്രചരണം നടത്തുകയും മാലദ്വീപ്സിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള വിനോദസഞ്ചാരികളെ ഇപ്പോൾ നമ്മുടെ സ്വന്തം ചെറുദ്വീപായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു പ്രചരണം തുടങ്ങിയിട്ടുള്ളത്. ആ പ്രചരണത്തിന് വലിയ സ്വീകാര്യത ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് ഇതിഹാസവും ഒക്കെ ഇപ്പോൾ അതിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. സാധാരണ ജനങ്ങളും ഈ ചലോ ലക്ഷദ്വീപ് എന്ന പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ലക്ഷദ്വീപ് സന്ദർശനം അത് ലക്ഷദ്വീപ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലും അത് വലിയ വഴിത്തിരിവിന് വഴിവെക്കുന്നതാണ്. അനു, തീർച്ചയായും ഗൗതം അനന്തനാരായണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും ചലോ ലക്ഷദ്വീപ് എന്നത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ദേശീയതലത്തിൽ മാത്രമല്ല അന്തർദേശീയ ശ്രദ്ധ പോലും ഇപ്പോൾ നേടിയിരിക്കുകയാണ് ഈ ഒരു ക്യാമ്പയിൻ. ഇനി ഇതിന് സമാനമായി പാരലായിട്ട് തന്നെ മറ്റൊരു ക്യാമ്പയിൻ കൂടി നടക്കുന്നുണ്ട്, ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്ന് പറഞ്ഞത്. എന്തായാലും രണ്ട് ക്യാമ്പയിനുകളും ഇപ്പോൾ ഹിറ്റായി തന്നെ സമൂഹ മാധ്യമങ്ങൾ തകർക്കുകയാണ്. ഒരുപക്ഷെ യുവജനത കൂടുതലായും ഇത് റീട്വീറ്റ് ചെയ്ത് നിറയ്ക്കുകയുമാണ്. ഈ ഫേസ്ബുക്കിലും എക്സിലും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഹാഷ്ടാഗ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും. എന്തായാലും ഈ ഗൗതം ആവർത്തിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി ബോളിവുഡ് താരങ്ങൾ മാത്രമല്ല, ഈ മറ്റ് രംഗങ്ങളിലെ പ്രമുഖർ കൂടി ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാവുകയാണ്. ആരുടെയും ആഹ്വാന പ്രകാരമല്ല, സ്വന്തം ഇഷ്ടത്തിനാണ് ഇവർ മുന്നോട്ട് വന്ന് ഇപ്രകാരം ഈ ഒരു ക്യാമ്പയിന് ചുക്കാൻ പിടിക്കുന്നത് എന്നതും ശ്രദ്ധേയം.